വളരെ ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട രാംനാരായണന്റെ സഹോദരൻ ശശികാന്ത് കളക്ടറിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് രാംനാരായൺ ഭാഗേലിനെ വാളയാറിൽ ആൾക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ആ കേസിലെ പ്രതികളെ ജാമ്യം ലഭിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്നത്. ജസ്റ്റിസ് ഫോർ രാംനാരായൺ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് രാംനാരായണന്റെ സഹോദരനടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത്. ഇവർ പറയുന്നത് 35 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ കേസിൽ പ്രതികൾക്ക് പിടിക്കപ്പെട്ടിട്ട്, എന്നിട്ട് അതിനുള്ളിൽ തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. जो हमारी मामले में जो यहाँ प्राथमिक कोर्ट है उसने जो है आरोपियों को जमानत में जो है रिहा कर दिया है, तो हम इस मामले को जो है हाई कोर्ट में जो है अपील कर रहे हैं. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ആ കേസിൽ അവിടെ വാദിക്കാൻ, അവിടെ ഹാജരാവാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായില്ല എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗത്ത് സംഭവിച്ചൊരു വലിയ വീഴ്ചയാണ്. അത് പരിഹരിച്ചുകൊണ്ട് ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നടപടികൾ കേരള സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇവിടുത്തെ SC/ST കോടതിയിൽ കേസ് നടത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു, പ്രോസിക്യൂഷൻ ദുർബലമായിരിക്കുന്നു. അതുകൊണ്ട് ജാമ്യം റദ്ദ് ചെയ്യാൻ ഇനിയുള്ള നടപടി ഹൈക്കോടതി സമീപിക്കുക എന്നുള്ളതാണ്. വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത അത് ഈ വിഷയത്തെ മാത്രമല്ല, ആൾക്കൂട്ട കൊലപാതകം നടന്ന സർക്കാർ അറിഞ്ഞിട്ടില്ല. ആക്ഷൻ കൗൺസിലിന്റെ ശക്തമായ ഇടപെടലുണ്ടായതിനു ശേഷം മാത്രമാണ് സർക്കാർ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ കേസിൽ ഈ പ്രതികൾ ജാമ്യം ഉണ്ടാകുമ്പോൾ പോലും സർക്കാർ മൗനം പാലിക്കുകയാണ്. സർക്കാർ ഇത് തിരിച്ചറിയണം, എന്നിട്ട് വളരെ പെട്ടെന്ന് ആക്ഷൻ എടുത്തുകൊണ്ട് സംഭവിച്ചു പോയ അബദ്ധം തിരുത്താൻ തയ്യാറാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. ഈ വിഷയത്തിൽ ഒരു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ വകുപ്പുകൾ ചുമത്തിയിരുന്നു എങ്കിൽ കൂടി അത് കോടതിയിൽ സ്ഥാപിക്കാൻ സർക്കാരിനായില്ല. സ്ഥിരമായ പ്രോസിക്യൂട്ടർ മണ്ണാർക്കാട് SC/ST കോടതിയിൽ ഉണ്ടായിരുന്നില്ല. ആ തെറ്റുകൾ, പിഴവുകൾ പരിഹരിക്കണം. അതേസമയം ഹൈക്കോടതിയെ സമീപിക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹമാണ് രാംനാരായണന്റെ സഹോദരനടക്കം ഉണ്ട്. ജനകീയ സമിതിയാണ് ഈ പറയുന്ന പ്രതിഷേധം നടത്തുന്നത്. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.